ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 173/2024 കാറ്റഗറി കോഡ് മ്യൂസിയം അറ്റൻഡന്റ് ഓർ തിയേറ്റർ അസിസ്റ്റന്റ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ പറയട്ടെ, ഇതിലുള്ള പല ക്വസ്റ്റ്യൻസും LGS ലെവലിലും ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ LDCക്കും VFAക്കും എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിനും ഒക്കെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്താനായിട്ടാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് തെറ്റ്. അപ്പം നമുക്ക് ശരിയായിട്ടുള്ള മാത്രം പറയാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ലോങ് മാർച്ച് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ചൈനീസ് വിപ്ലവം. പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പം നമ്മൾ ഇതിലൂടെ തന്നെ പഠിച്ചോളണം. ഫ്രഞ്ച് വിപ്ലവം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഫ്രഞ്ച്, ടെന്നീസ്. ചൈനീസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലോങ് മാർച്ച്, മാവോ സേതുങ് ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, പാരീസ് ഉടമ്പടി. അപ്പോൾ ഇത് നമ്മളൊന്ന് കറക്റ്റായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അടുത്തത്, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഏതാണ്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഏതാണ്? 2C ഇരവിപേരൂറാണ്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. അടുത്തത്, 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ. അപ്പൊ നമ്മൾ ഈ ഡേറ്റ് ഒന്ന് ഓർക്കുക. 1947 ഐക്യ കേരള കൺവെൻഷൻ എന്നാണ് നടന്നതെന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുക. 1947. അപ്പോൾ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി കേളപ്പനാണ്. മറന്നു പോകരുത്. ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ കേളപ്പനാണ്. തൃശ്ശൂരിൽ വെച്ച് നടന്നത്. അടുത്തത്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. അപ്പൊ നമ്മൾ അധ്യക്ഷൻ പഠിക്കണം. ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ. അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. 4D ഫസൽ അലി. ഇതൊക്കെ ഈ രണ്ട് ക്വസ്റ്റ്യനും എത്രയോ പ്രാവശ്യം റിപ്പീറ്റേഷൻ വന്നതാണെന്ന് നമുക്ക് ഓരോ PYQ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഒരു 100 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാവും. അടുത്തത്, ചേരുംപടി ചേർക്കാനായിട്ടാണ്. ദേശീയ സമരകാലത്തെ പത്രങ്ങളും അതിൻ്റെ നേതാക്കളുമാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞിട്ട് നമുക്കത് പറഞ്ഞു പോകാം. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ബംഗാളി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ബംഗാളി പത്രത്തിന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ ബാനർജി ആണ്. മറന്നുപോകരുത്, ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. അടുത്തത്, വന്ദേമാതരം ആരുടെയാണ്? ലാലാ ലജ്പത് റോയ്. വന്ദേമാതരം ആരുടെയാണ്? ലാലാ ലജ്പത് റോയിയുടെയാണ് വന്ദേമാതരം. അടുത്തത് ഓപ്ഷൻ സി അമൃത് ബസാർ പത്രിക ആരുടെയാണ്? നമ്മുടെ ശിശിർ കുമാർ ഘോഷ്. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. അടുത്തത്, വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാഭായ് നവറോജി. അപ്പം മറന്നു പോകരുത്. A 2, B 3, C 5, D 1. മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ വോയിസ് ഓഫ് ഇന്ത്യ നമ്മൾ മറക്കത്തില്ല അല്ലേ? ദാദാഭായ് നവറോജിയുടെ ആണ്. ബംഗാളി ആരുടെയാണ്? സുരേന്ദ്രനാഥ ബാനർജി. വന്ദേമാതരം ലാലാ ലജ്പത് റോയ്. വന്ദേമാതരം നമുക്കറിയാം, ലാൽ ബാൽ പാൽ തീവ്രവാദികൾ. അപ്പൊ തന്നെ അറിയാം, വന്ദേമാതരം ലാലാ ലജ്പത് റോയ്. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. അങ്ങനെ പറഞ്ഞു തന്നെ പഠിക്കുക. ഇത് മാത്രമല്ല, പത്രങ്ങൾ വേറെയും ഉണ്ട്. നമുക്ക് കണക്റ്റഡ് ഫാക്ട്സ് ചെയ്യുമ്പോൾ അത് പറയാം. അടുത്തത്, പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത്. അതായത് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടുത്താത്തത് ഏതാണെന്നാണ്. അപ്പോൾ അതിൽ കേരള രത്നം. അപ്പൊ ബാക്കി 3 ഉൾപ്പെട്ടതാണ്. അതായത് കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ, ഇവ 3 ഉൾപ്പെട്ടതാണ്. അടുത്തത്, പാമ്ലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? പാമ്ലു മണിപ്പൂർ. മണിപ്പൂർ. അതിലൊരു മായുണ്ട്, ഇതിലും ഒരു മായുണ്ട്. അങ്ങനെ കണക്ട് ചെയ്യുക. പാമ്ലു മണിപ്പൂർ.
അടുത്തത് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളത്തിലും കിഴക്ക് ദിക്കിൽ ആണ് വീശുന്നത്. ഇതില് ശരിയായവ ഏതാണെന്നാണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അതായത് മധ്യരേഖാ പ്രദേശങ്ങളിൽ ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു, ശരിയാണ്. ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും ആണ് വർദ്ധിക്കുന്നത് ബലം, നമുക്കറിയാമല്ലോ. ഭൂമധ്യരേഖയിൽ 0 ആയിരിക്കും. അതേപോലെ തന്നെ കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. നമ്മൾ ഓർക്കുക, കാറ്റ് കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നതെന്ന് ഓർക്കുക. കാറ്റ്, അർദ്ധഗോളങ്ങളിലും ധ്രുവീയവാദങ്ങൾ. ഓക്കെ. അടുത്തത് ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം? ഏതാണ് അനുയോജ്യം? ഓവർലേ വിശകലനം. അത് നമ്മൾ മാപ്പുകൾ പഠിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാകും. വിവര സാങ്കേതിക വിദ്യയിൽ താഴെ. അപ്പം നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ നോക്കുക എവിടുന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലാസ്റ്റ് പറയാം, എന്നാലും ഒന്ന് നോക്കുക. അടുത്തത് രചനാദോപ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ SCERT കറക്റ്റ് ആയിട്ടുണ്ട്. ഈ ദോബുകളെ കുറിച്ച്. രചനാദോപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, രവി, ചിനാബ്. നമുക്ക് അത് തന്നെ കണക്ട് ചെയ്ത് നോക്കാം. രവി, അതിൽ തന്നെ രായുണ്ട്. ചിനാബ്, ആ രാ രചന, അതിൽ രാ രവി, ച ചിനാബ്, അതാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. രാ രവി, അതാണ് രചന. രാ രവി ച ചിനാബ്. അടുത്തത് തപി ഓർ താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഓപ്ഷൻ ഡി ആണ്, സൂററ്റ്. അടുത്തത് കൊങ്കൺ. അപ്പൊ സൂറത്ത് ഏത് നദിയുടെ കരയിലാണെന്ന് ചോദിക്കും. താപ്തി, താപ്തി, താപ്തി. ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏതാണ്? കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏതാണ്? കർബുഡെ. കർബുഡ നമുക്കറിയാം, കാക്ക, കെ, കർബുഡെ. കർബുഡ. ഞാൻ ഈ കോഡ് പറയുന്നത് നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ നമ്മുടെ ഈ ഇതിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ഒരു കോഡായിട്ട് തോന്നും, അതുകൊണ്ട് പറഞ്ഞതാ. ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി? ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി? ആരുടെയാണ്? PC മഹലനോബിസ്. ഒന്നും പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പൊ പഞ്ചവത്സര പദ്ധതി പഠിക്കണം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ, ഇതൊക്കെ റിപ്പീറ്റേഷൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ പഞ്ചവത്സര പദ്ധതിയൊക്കെ നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? എക്കണോമിക്സിലോട്ട് വന്നിട്ടുണ്ട്. ഏതാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, ചില്ലറ വില. ചില്ലറ വിലയാണ് ഉപഭോക്തൃ വില സൂചിക. ശരിയാണ്, ചില്ലറ വിലയാണ്. ഉപഭോക്താക്കളുടെ വില സൂചിക സൂചിപ്പിക്കുന്ന ചില്ലറ വിലയാണ്. അതൊക്കെ നമുക്കൊന്ന് ആലോചിച്ചാൽ കിട്ടും. സെൻസെക്സ് എന്ന പദം ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. സെൻസെക്സ് എന്ന പദം ഏതാണ്? മൊത്തവില. സെൻസെക്സ് എന്ന പദം പിന്നെ ഏതിന് വഴികാട്ടിയാണ്? 15ാമത്തെ ബി ആണ്, നിക്ഷേപം. നമുക്കറിയാം സെൻസെക്സ് എന്ന പദം കൊണ്ടുവന്ന ആരാണ്? ദീപക് മൊഹാനിയാണ്. സെൻസെക്സ് എന്ന പദം കൊണ്ടുവന്നത് ദീപക് മൊഹാനിയാണ് കേട്ടോ, മറക്കരുത്. ദീപക് മൊഹാനി. സെൻസെക്സ് എന്ന പദം കൊണ്ടുവന്നത് ദീപക് മൊഹാനിയാണ്. അടുത്തത് ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ വന്നിട്ടുള്ളതാണ്. DK കാർവേ കമ്മിറ്റിയാണ് ചെറുകിട വ്യവസായം. DK ചെറുകിട കാർവേ കമ്മിറ്റി. അടുത്ത 17ാമത്തത് WTO സ്ഥാപിതമായ വർഷം ഏതാണ്? WTO സ്ഥാപിതമായ വർഷം 17ാമത്തത് എ ആണ്, 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപം കൊണ്ടത്. അടുത്തത് ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. 2023 അത് വേണ്ട നമുക്ക്. 2023 നമുക്ക് വേണ്ട. ഇനി താഴെ പറയുന്നവയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ ആണ്, തുങ്കൻ കമ്മിറ്റി. അതറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അടുത്തത് ബൽവന്ത് റായ് കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ, ഈ 3 കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഏതൊക്കെയാണ്? തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. അടുത്തത് ഭരണഘടനയിലെ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് ലിസ്റ്റിലാണ്? അവശിഷ്ടാധികാരങ്ങളിലാണ്. സൈബർ നിയമങ്ങൾ മറന്നുപോകരുത്, അവശിഷ്ടാധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തി. ഇതൊക്കെ കുറെ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്?
ഓപ്ഷൻ ഡി ആണ് പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം? താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികളെ മാത്രം നമുക്ക് പറയാം. 1ഉം 3ഉം ആണ്. അതായത് വക്കം പുരുഷോത്തമനും പി ശ്രീരാമകൃഷ്ണൻ. ഇതൊക്കെ അന്നത്തെ സമയത്തല്ല, ആ ഒരു കാലഘട്ടത്തിലേക്കാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കും നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള. അപ്പം നിയമസഭാ സ്പീക്കറെയൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കണേ. പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് പാർട്ടിലാണ് പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് പാർട്ട് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ പാർട്ട് 6ലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ മാത്രം പറയാം. 1 തെറ്റ്, 2ഉം 3ഉം ശരി. അതായത് സോറി കേട്ടോ, എനിക്ക് അതാ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് നോക്കിയതാ. സോറി, ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതാണ് ഞാൻ കുറച്ചൊന്ന് പൗരത്വ നിയമം പാർട്ട് 2ആണ്. ഞാനത് ശ്രദ്ധിച്ചില്ല, സോറി. പാർട്ട് 2ആണ്, മറക്കരുത്. പൗരത്വം പാർട്ട് 2 2 മറന്നു പോരുത്. 2. അടുത്തത് താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി 1 തെറ്റ്, 2ഉം 3ഉം ശരി. അതായത് കേരളത്തിൽ നിന്നും 9 പേരെ തിരഞ്ഞെടുക്കുന്നു, അത് ശരിയാണ്, മറന്നു പോകരുത്. രാജ്യസഭയിലോട്ട് 9 പേരെ. കേരളത്തിൽ നിന്നും കായിക മേഖലയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. അടുത്തത് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത്. ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണെന്ന് തോന്നുന്നു, 26ാമത്തത്. അപ്പോൾ 1 ശരി 2 തെറ്റ്. അത് 1 ശരിയാണ്. BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. 2 തെറ്റാണ്. അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത്, തെറ്റാണ്. അടുത്തത് പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. ഓപ്ഷൻ സി ആണ് only 1 and 3. അതായത് പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെയാണ്, ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇനി അടുത്തത് സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. എല്ലാം ശരിയാണ്. സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇതൊന്നും നമുക്ക് ഇതിൽ നമുക്ക് വേണ്ടാത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 2, 3 ശരിയാണ്. അതായത് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ട്, നമുക്ക് വിവരാവകാശ കമ്മീഷൻ ഉണ്ട്. അതേപോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷന്റെ അധിപൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്തത് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. അതായത് ദേശീയ തലത്തിലാണ് ലോക്പാൽ രൂപം കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ ഏതാണ്? ലോകായുക്ത. അപ്പൊ ദേശീയ തലം ലോക്പാൽ, സംസ്ഥാനം ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും എന്താണ് ഇവരുടെ ലക്ഷ്യം? അഴിമതി തടയുക. അപ്പൊ എന്താണ്? ലോക്പാലിന്റെയും ലോകായുക്തയുടെയും ലക്ഷ്യം അഴിമതി തടയുകയാണ്. അടുത്തത് ശരീരത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങൾ, ഇനി സയൻസ് ആണ്, പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ് മസ്തിഷ്കത്തിന്റെ ഭാഗം? ഓപ്ഷൻ ബി ആണ് സെറിബെല്ലമാണ് ഏകോപിപ്പിക്കുന്നത്. അടുത്തത് വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ഏതാണ്? ഡി ആണ്, ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ്. അപ്പൊ നമുക്ക് രോഗങ്ങളും രോഗനിർണയ ടെസ്റ്റുകളും പഠിക്കണം. അടുത്തത് ശരീരത്തിന് ആവശ്യമായ ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം ഏതാണ് പ്രാഥമിക ഉറവിടം? കാർബോഹൈഡ്രേറ്റ്. അടുത്തത് ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ ബി 1ഉം 3ഉം. അതായത് ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് സ്രവിക്കുന്നത്. അതായത് BI ഇൻസുലിൻ ബീറ്റാ കോശങ്ങൾ. അതേപോലെ തന്നെ ഇൻസുലിന്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ശരിയാണ്, നമുക്ക് പ്രമേഹം ഉള്ളവരല്ലേ ഇൻസുലിൻ കുത്തിവെക്കുന്നത്. 12 ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏത്? 38ാമത്തത് ബി ഓക്സിജൻ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതിലും ഹരിതഗൃഹവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് അതും കൂടെ പഠിക്കുക.
അടുത്തത് ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡികളാണ്. അപ്പൊ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും പഠിക്കണം. അതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തെറ്റായത് ഏതാണെന്നാണ്? ഓപ്ഷൻ സി തെറ്റാണ്. B3 ആണ് പെല്ലഗ്ര അല്ലെ. അപ്പൊ ജീവകം എ സിറോഫ്താൽമിയ, ജീവകം ഡി റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ, ജീവകം സി സ്കർവി. ജീവകം എ സിറോഫ്താൽമിയ, ജീവകം ഡി റിക്കറ്റ്സ്, ജീവകം സി സ്കർവി. അടുത്തത് വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു വൈറസ് വെസ്റ്റ് നൈൽ. അടുത്തത് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആർദ്രമാണ്. ഇത് 42ാമത്തത് ഒരാൾ എയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തേക്ക് ലംബം. അത് നമുക്ക് മാത്സിന്റെ ക്ലാസ്സിൽ പറയാവേ, അത് രണ്ടും. അടുത്തത് 43ാമത്തത് ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം നിർവീര്യമാക്കുന്നു. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിരിക്കും. അപ്പൊ ശരിയായിട്ടുള്ളത് പ്രവർത്തനവും വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും. ശരിയല്ലേ? വ്യത്യസ്ത സമയങ്ങളിൽ പ്രവർത്തിക്കുകയും പ്രതിപ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും. അടുത്തത് പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? കിലോ വാട്ട് അവർ. ബാക്കി 3ഉം പവറിന്റെ യൂണിറ്റ് ആണ്. വാട്ട്, ജൂൾ പെർ സെക്കൻഡ്, ഹോഴ്സ് പവർ. ഒരു കുതിരശക്തി 746 അല്ലേ. ഇനി അടുത്തത് ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്, വേണ്ട. കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏത്? ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതാണ്? 1ഉം 2ഉം. ബ്രഹ്മപുരം, കോഴിക്കോട്. അത് 2ഉമാണ് ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയം. 1ഉം 2ഉമാണ്. കായംകുളം നാഫ്ത. താഴെ തന്നിരിക്കുന്നതിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കണ്ടോ, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലാത്തതാണ്. ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആന്റിമണിയാണ് ബാബിറ്റ് മെറ്റൽ. അടുത്തത് റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ്? റീഗൽ വാട്ടർ 48ാമത്തതാണ്. എ ആണ്. നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത്. അടുത്തത് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയമാണ് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം. ഓസ്മിയം. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെയാണ്? 50C ആണ്, ഹൈദരാബാദ്. അടുത്തത് ലോകശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നാണ്? 51D ആണ്, മാർച്ച് 7. അടുത്തത് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്? ജോസഫ് മുണ്ടശ്ശേരി. അടുത്തത് കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഈ വരികൾ ആരുടെയാണ്? ഇടശ്ശേരി. ഇതൊന്നും നമുക്ക് അറിയാവുന്നതാണ്, അതാണ് അങ്ങനെ പറഞ്ഞു പോയത്. അടുത്തത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുനിൽ ഛേത്രിയാണ് ഫുട്ബോൾ ടീമിന് വേണ്ടി. അന്നത്തെ സമയത്താണ്, ഇനി പുതിയതായിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് പറയാം. അടുത്തത് ലക്ഷണയുക്തമായ ആദ്യ മലയാള നോവൽ ഏതാണ്? ഇന്ദുലേഖ. ഇത് വേണ്ട. 2023 എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അടുത്തത് അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടം. ഇതാരുടെ വാക്കുകളാണ്? MT. നിള എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം MT ആണ്. MT മാത്രമല്ല കേട്ടോ, കൂടുതൽ നിളയെ കുറിച്ച് കൂടുതൽ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത് MT ആണ്, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നതിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടതാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി ഏതാണ്? ചെണ്ട. അടുത്തത് നമുക്ക് കമ്പ്യൂട്ടർ ആണ്. ഇത് നമുക്ക് വേറെ ഓരോ ടോപ്പിക് വൈസ് ചെയ്യുമ്പോൾ ഇതൊക്കെ പറയാം. മാത്സ് ഒക്കെ ടോപ്പിക് വൈസ് ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷും അങ്ങനെ തന്നെയായിരിക്കും. ഇനി അടുത്തത് 91ാമത്തത് താഴെ കൊടുത്തവയിൽ മകൻ എന്ന പദത്തിന്റെ അലിംഗ ബഹുവചനം ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ മകൻ എന്ന പദത്തിന്റെ അലിംഗ ബഹുവചനം ഏതെന്നാണ്?
മകൻ എന്ന പദത്തിന്റെ അലിംഗ ബഹുവചനം മക്കൾ. മക്കൾ. മകന്മാർ എന്ന് പറയത്തില്ല, മകന്മാരുടെ എന്ന് പറയത്തില്ല, മകനെ എന്ന് പറയത്തില്ല, മക്കൾ. ഞാൻ മലയാളത്തിന്റെ ചെയ്തിട്ടുണ്ട് VFAയുടെ. ഇനി മലയാളത്തിന്റെ ടോപ്പിക് വൈസ് ചെയ്യും. ഇംഗ്ലീഷിന്റെ ഒക്കെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കറക്റ്റായിട്ട് അത് അങ്ങനെയല്ല, കുറച്ചുകൂടെ വിശദീകരിച്ച് നമ്മൾ പറയണമല്ലോ. അപ്പോൾ അതാണ് മലയാളം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് VFAയുടേത്. ഇനി ബാക്കി ഇതിലുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അടുത്തത്, മലയാളത്തിന്റെ എഴുത്തു രീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക. മലയാളത്തിന്റെ എഴുത്തു രീതിക്ക് അനുയോജ്യമായ വാക്യം ഏതാണ്? ഇതാണ്. ഇന്ത്യയിലുള്ള ദരിദ്രരും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം ഖാദി അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതാണ്. അപ്പം നമ്മൾ വാക്യശുദ്ധി പഠിക്കുക. ഓക്കെ, വാക്യശുദ്ധി പഠിക്കുക കേട്ടോ, വാക്യശുദ്ധി. അടുത്തത്, താഴെ കൊടുത്ത പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാണ്? 93C. 2 മാത്രം ശരിയാണ്. ഈ രണ്ട് വീതം എന്ന് പറയത്തില്ല, ഈ രണ്ടേ പറയത്തുള്ളൂ. നക്ഷത്രം എണ്ണുക ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. നക്ഷത്രം എണ്ണുക, കഷ്ടപ്പെടുക എന്നാണ്. നമ്മൾ കഷ്ടപ്പെടുത്തി നക്ഷത്രം എണ്ണിച്ചെന്ന് പറയുമല്ലോ. താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. നമുക്ക് ശരിയായ പ്രസ്താവന മാത്രം പറയാം. ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. അതായത്, ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ശരിയാണ്. ആ മലവെള്ളം കുറെ ദിവസം നിന്നു. അത് 2 ശരിയാണ്. അടുത്തത്, ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ചിന്മയം എന്ന വാക്ക് ചിത് പ്ലസ് മയം ചിന്മയം, ചിത് പ്ലസ് മയം ചിന്മയം. അടുത്തത്, ചേരുംപടി ചേർക്കുകയാണ്. അർത്ഥവിരാമം, അതായത് നമുക്ക് കറക്റ്റ് മാത്രമുള്ള പറയാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് അർത്ഥവിരാമത്തിന് നമ്മൾ രോധിനി എന്നാണ് നമ്മൾ അർത്ഥവിരാമത്തിന് പറയുന്നത്. അടുത്തത്, അപൂർണ വിരാമം എന്താണ്? ഭിത്തികയാണ് അപൂർണ വിരാമം. പൂർണ്ണവിരാമം ഫുൾ സ്റ്റോപ്പ്, ബിന്ദു. അടുത്തത്, അല്പവിരാമം എന്താണ്? അങ്കുശമാണ് അല്പവിരാമം. അപ്പോൾ ഒന്നുകൂടെ പറയാം. അർത്ഥവിരാമം രോധിനി, അപൂർണവിരാമം ഭിത്തിക, പൂർണ്ണവിരാമം ബിന്ദു, അല്പവിരാമം അങ്കുശം. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ദന്തഗോപുരമാണ് തെറ്റായ ജോഡി. അപ്പോൾ ശരിയായ ജോഡി പറയാം. വൈതരണി ദുർഘട സ്ഥലം. നമ്മൾ പറയുമല്ലോ ഇതൊരു വൈതരണി പിടിച്ച കാര്യങ്ങളാണെന്ന് പറയുമല്ലോ, അത് ദുർഘട സ്ഥലം. ഭഗീരഥ പ്രയത്നം, നമ്മൾ പറയും കഠിനമായ അധ്വാനം. ഭഗീരഥമായി പ്രയത്നിച്ചു. അക്ഷയപാത്രം അവസാനിക്കാത്ത സമ്പത്ത്, അതറിയാമല്ലോ. കൂട്ടത്തിൽ ചേരാത്തത് തിരിച്ചറിയുക. നമുക്ക് ചേരാത്തത് മാത്രം പറയാം. താരകം ചേരത്തില്ല. പക്ഷെ ക്ഷണനം ശരിയാണ്. പ്രാസാദം ശരിയാണ്. പ്രവാദം അതും ശരിയാണ്. അടുത്തത്, മഞ്ഞുതൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തുക. മഞ്ഞുതൊപ്പി, അപ്പൊ ശരിയായ വിഗ്രഹരൂപം അങ്ങനത്തുള്ളതും ചോദിച്ചിട്ടുണ്ട്. ശരിയായ വിഗ്രഹരൂപം ഏതാണ്? മഞ്ഞിനെ തടുക്കുന്ന തൊപ്പിയാണ് ശരിയായത്, അല്ലാതെ മഞ്ഞുകൊണ്ടുള്ള തൊപ്പിയല്ല. മഞ്ഞിനെ തടുക്കുന്ന തൊപ്പിയാണ് ശരിയായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് നോക്കിയതിലും നമുക്കറിയാം ഒരുപാട് പ്രാവശ്യം പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കേരള ചരിത്രമൊക്കെ ഒരുപാട് പ്രാവശ്യം അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോ ഓപ്ഷൻസിൻ്റെയൊക്കെ വീഡിയോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് വേഗം എല്ലാം പറഞ്ഞു പോകുന്നത്. ടോപ്പിക് വൈസ് വൈകുന്നേരം ഉള്ള വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ എല്ലാ ദിവസവും 10:30 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ വരുന്നത്. വൈകുന്നേരം 8 മണിക്ക് ടോപ്പിക് വൈസും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.